ഓൾറെഡി ഉള്ളത് ഇലക്ട്രോണിക് സ്വിച്ചിലുള്ളത്. അപ്പോൾ ആദ്യത്തെ ബേസിക് സർക്യൂട്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യാനുണ്ട്. അതായത് നമ്മൾ നേരത്തെ സ്വിച്ച് കണക്ട് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സീരീസ് ലാമ്പ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ലാമ്പ് എന്നുള്ളൊരു അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ എന്നുള്ളത്. അപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അത് കണ്ടിന്യൂറ്റി ഉണ്ടോ, അതായത് കണക്ഷൻ ഉണ്ടോ എന്നുള്ളത്. അത് മെയിനായിട്ട് വരിക ഒന്ന് സാധാരണ നോർമലി ഒരു വയറിൻ്റെ മെയിനായിട്ട് എന്താ വേണ്ടത്, കണ്ടിന്യൂറ്റി വേണം. കണ്ടിന്യൂറ്റി മീൻസ് കണ്ടക്ഷൻ വേണം. അപ്പോൾ കണ്ടക്ഷൻ ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ടെസ്റ്റർ, അല്ലെങ്കിൽ ഏതെങ്കിലും മോട്ടറിൻ്റെ വൈൻഡിങ്സ്, ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ്സ്, അപ്പോൾ അതിലൊക്കെ നമുക്ക് മൾട്ടിമീറ്റർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യുക, കണ്ടിന്യൂറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ഈ ടെസ്റ്റ് ലാമ്പ്, സീരീസ് ലാമ്പ് അല്ലെങ്കിൽ ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റർ നമുക്ക് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്, അതെന്തുകൊണ്ട് ഇതിൽ പറയുന്നത് പറഞ്ഞാൽ അത് ജസ്റ്റ് സ്വിച്ചുമായിട്ട് അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ആ കണക്ഷനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു സർക്യൂട്ട് ആയതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ നോക്കുക. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുമ്പോൾ കുറച്ചും കൂടി സ്വിച്ച് ഇതുമായിട്ടുള്ള ഒരു റിലേഷൻ കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നുമില്ല, അത് പ്രത്യേകിച്ചിട്ട് ഞാൻ പ്രത്യേകിച്ച് വലിയ സർക്യൂട്ടൊന്നുമല്ല, സെയിം സർക്യൂട്ടാണ്. ഞാൻ ബൾബ് ജസ്റ്റ് ഒന്ന് ഇവിടത്തേക്ക് മാറ്റിയതേ ഉള്ള സെയിം സർക്യൂട്ടാണ്. ഇത് നമ്മൾ ടെസ്റ്റ് കണക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക, നേരത്തെ സ്വിച്ച് കണക്ട് ചെയ്ത പോലെ തന്നെ നേരത്തെ ആ സ്വിച്ച് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുള്ളൂ. ഈ ബൾബ് എടുത്ത് ഇപ്പുറം വെച്ചു, സ്വിച്ച് എടുത്ത് ഇപ്പുറം വെച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് സ്വിച്ചിനെ റീപ്ലേസ് ചെയ്തു, അത് 2 പ്രോബാക്കി മാറ്റി. ടെസ്റ്റിംഗ് പ്രോബ് അതിനെന്ത് ചെയ്താൽ മതി, 2 വയർ എടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പോൾ ഇതിലെന്താ സംഭവിക്കുക, ഇത് ഷോർട്ട് ചെയ്താൽ ഇത് ബൾബ് ഓൺ ആവും, ഇത് ഷോർട്ട് ചെയ്തിട്ടില്ല ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ബൾബ് ക്ലോസ് ചെയ്യില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെന്തിനാണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ഈ വയേഴ്സ് അതിൻ്റെ എല്ലാം കണ്ടിന്യൂറ്റി, അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂറ്റി നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ വേറെയൊരു ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മറ്റേ ഒരു എക്യുപ്മെൻറ്റ്, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഒരു SMPS അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമ്മൾ റിപ്പയർ ചെയ്യുന്നു കരുതുക. അപ്പോൾ നമ്മൾ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സാധനം നമ്മൾ ഡയറക്റ്റ് ഓൺ ആക്കാൻ എന്തായാലും ഒരു എന്താ പറയുക, അത്ര ഒരു ഷുവർട്ടി ഉണ്ടാവില്ല. കാര്യം നമ്മൾ എല്ലാ ഭാഗത്തും അത് ടെസ്റ്റിംഗ് ആണല്ലോ. അപ്പോൾ ടെസ്റ്റിങ്ങിൽ എല്ലാ ഭാഗത്തും നമ്മൾ ക്യാരി ചെയ്തിട്ടുണ്ടോ അല്ല ലോക്ക് ചെയ്യണോ നമുക്കൊരു കൺഫർമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഫോൾട്ട് അവിടെ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ബോർഡ് ചെയ്യുമ്പോൾ ഒരു ഏരിയ ഓക്കെ ഫോൾട്ട് ഉണ്ട്, നമ്മളത് കണ്ടുപിടിച്ചു. ചിലപ്പം വേറെ ഏരിയയിൽ ഫോൾട്ട് ഉണ്ടായേക്കാം, നമ്മളത് കണ്ടിട്ടുണ്ടാവില്ല. നമ്മളത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഓണാക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ആ സെക്ഷനും എല്ലാം ഒരുമിച്ചിട്ട് ബേണായിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും SMPS എന്തെങ്കിലും ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് നമ്മൾ റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ഒരു ടെസ്റ്റ് പോയിന്റിൽ ഉണ്ടല്ലോ, ഈ ടെസ്റ്റ് പോയിന്റിൽ ആ എക്യുപ്മെൻറ്റ് കണക്ട് ചെയ്യും. അതായത് ഒരു സീരീസ് ലാമ്പ് വരുന്നേ ഉള്ളൂ, ഈ ഒരു സീരീസ് ലാമ്പ് ഇവിടെ വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഷോർട്ട് ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ ബൾബ് നന്നായിട്ട് ഗ്ലോ ചെയ്യും. ഷോർട്ടൊന്നുമില്ല, നോർമലാണെങ്കിൽ എത്രയാണോ കറണ്ട് വരുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഗ്ലോ മാത്രമേ ഈ ബൾബിന് ഉണ്ടാവുള്ളൂ. അതായത് എപ്പോഴും ഇതിലേക്ക് 230 വോൾട്ട് അപ്പടന്ന് വന്നിട്ട് ബേണാക്കാൻ നിൽക്കില്ല. എന്ത് ചെയ്യും, ഈ ബൾബ് സീരീസ് ആയിട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബൾബാണ് അത് വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൊട്ടക്ഷനാണ് അതിൽ കിട്ടുക. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ഉപകാരം കൂടിയുണ്ട്, അങ്ങനെ ഒരു യൂസേജും കൂടി ഈ സർക്യൂട്ടിനുണ്ട്. അപ്പം അത് സാധാരണ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. എല്ലാ ഇലക്ട്രോണിക് ഇപ്പോൾ TV അല്ല വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, അവർ സീരീസ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടാണ് സീരീസ് ലാമ്പ് കണക്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇത് റിപ്പയർ ചെയ്തൊരു സാധനം ഓണാക്കി നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതെന്താണ് കണ്ടിന്യൂറ്റി ടെസ്റ്റർ അല്ലെങ്കിൽ സീരീസ് ലാമ്പ് എന്ന് പറയാം, കണ്ടിന്യൂറ്റി ടെസ്റ്റർ. ഓക്കെ, ഇനി ഇതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാറ്ററിയിൽ നമുക്ക് ചെയ്ത് ഇപ്പോൾ 230 വോൾട്ട് AC വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ ഈ ടെസ്റ്റ് പ്രോബിൽ ഷോക്കിനൊരു ചാൻസ് ഉണ്ട്. അത് എന്തായാലും എന്ത് ചെയ്യണം, നമ്മൾ സൂക്ഷിച്ചേ പറ്റുള്ളൂ. ഇനി അല്ലാണ്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാറ്ററിയിൽ ചെയ്യാൻ പറ്റും. 12 വോൾട്ടോ അല്ല 9 വോൾട്ടോ 6 വോൾട്ടോ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ്
ഒരു ബാറ്ററി, സാധാരണ മറ്റേ നിയോൺ ബൾബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും 6 വോൾട്ട് ആണെങ്കിൽ 6 വോൾട്ട് ബൾബ് വെക്കുക. പിന്നെന്ത് ചെയ്താൽ മതി, ടെസ്റ്റ് പ്രോബ് ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് ഡി സിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഡി സി എന്ന് പറയുമ്പോൾ ഷോക്ക് പ്രത്യേകിച്ച് ഒന്നും നോക്കണ്ട, ജസ്റ്റ് നമുക്ക് വൈൻഡിങ്ങും അതിൻ്റെ എല്ലാം ഈ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് LED ചെയ്യാൻ പറ്റും. ഇപ്പോൾ പോപ്പുലറായിട്ട് വരുന്നത് LED ആണ്. LED യിലാണ് പഠിക്കേണ്ടത്. LED വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, LED ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 3 വോൾട്ട് ആണെങ്കിൽ ഡയറക്റ്റ് കണക്ട് ചെയ്യാം. അല്ല ഒരു 6 വോൾട്ട് അല്ലെങ്കിൽ 9 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും കൂടി അവിടെ കണക്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ടെസ്റ്റ് പ്രോബ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു കണ്ടിന്യൂറ്റി ടെസ്റ്റർ ആയിട്ട് കിട്ടും. ഇനി ഈ LED വരുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു LED വെച്ചു, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്. ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, ഇതിൽ അറിയാൻ പറ്റണം. ഇത് ടെസ്റ്റ് പ്രോബ്. അപ്പോൾ അതെങ്ങനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് എന്താണ്, ഓംസ് ലോ ആണ്. ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, I=V/R. അപ്പോൾ R=V/I. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, R കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് പറയാം. ഇവിടെ 9 വോൾട്ട് കൊടുത്തു. നമുക്ക് ഇതിനൊരു വോൾട്ടേജ് റേറ്റിംഗ് ഉണ്ടാവും LED-ക്ക്. നോർമലി നമുക്ക് ഏകദേശം ഒരു 2.4 വോൾട്ട്, അതേപോലെ തന്നെ ഒരു കറണ്ട് ഏകദേശം ഒരു 10 മില്ലി ആംപിയർ കൂട്ടിയാൽ മതി. 10 മില്ലി ആംപിയർ കിട്ടും. അപ്പോൾ ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും. കാര്യം ഇവിടെ 9 വോൾട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ റെസിസ്റ്ററിൻ്റെ അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് വേണം, ഇത് ഷോർട്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഷോർട്ടാക്കി കഴിഞ്ഞാൽ മാക്സിമം കറണ്ട് വരും. മാക്സിമം കറണ്ട് എത്രയേ പറ്റുള്ളൂ, 10 മില്ലി ആംപിയർ കൂട്ടിയാൽ 10 വേണ്ട, നമുക്കെന്നാൽ 20 മില്ലി ആംപിയർ എത്തും. 20 മില്ലി ആംപിയർ മാക്സിമം നമ്മൾ ഷോർട്ടാക്കി കഴിഞ്ഞാൽ 20 മില്ലി ആംപിയറാണ് എത്തേണ്ടത്. അതിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് 2.4 വോൾട്ടാണ്. അപ്പോൾ 9 വോൾട്ട് ഇവിടെ കൊടുക്കുമ്പോൾ ബാക്കി ഇവിടെ R അക്രോസ് ആയിട്ട് എന്ത് വരും, അതായത് VR = എന്ത് വരും, 9 - 2.4, ഏകദേശം എത്ര, 6.6 വോൾട്ടേജ്. 6.6 വോൾട്ടേജ് കിട്ടി. എന്ത് ചെയ്യാം, നമുക്ക് VR കിട്ടി. അതായത് ഈ R എന്ന് പറയുന്നത് എന്താ വരിക, VR/I ആണ്. ഈ I എന്ന് പറയുന്നത് എന്താണ്, ഇതിൽ കൂടി സർക്യൂട്ടിൽ പോകുന്ന കറണ്ടാണ്. ഈ ഐക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, ഈ റെസിസ്റ്ററിൽ കൂടി പോകുന്ന കറണ്ട് തന്നെ ആയിരിക്കും LED പോകുന്ന കറണ്ടും. അപ്പോൾ LED പോകേണ്ട മാക്സിമം കറണ്ട് എത്രയാണ്, 20 മില്ലി ആംപിയറാണ്. അപ്പോൾ I എന്ന് പറയുന്നത് 20 മില്ലി ആംപിയർ. അത് എന്തുകൊണ്ടാണ് എല്ലാം ഒരേ പോലത്തെ കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. സീരീസ് കണക്ഷൻ ആകുമ്പോൾ എന്തായിരിക്കും, കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് Iയും കിട്ടി, VR-ഉം കിട്ടി. അപ്പോൾ R കണ്ടുപിടിക്കുക. R=VR/I. അഗൈൻ എന്താ വരിക, 6.6 / 20 മില്ലി ആംപിയർ. അപ്പോൾ 20 മില്ലി ആംപിയർ തന്നെ എഴുതണം, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. 20 മില്ലി ആംപിയർ അതിൻ്റെ കറണ്ടിലെ ആംപിയറിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കാരണം എല്ലാം ഒരേ റേഞ്ചിലായിരിക്കണം. ഇവിടെ വോൾട്ടേജാണ് ഉള്ളത്, ഇവിടെ മില്ലി ആംപിയർ ഉള്ളത്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ഒന്നുകിൽ രണ്ടിനും മില്ലി ആംപിയർ മില്ലി വോൾട്ടിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ രണ്ടിനും വോൾട്ടേജിൽ ആംപിയറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ആംപിയറിലേക്ക് മാറ്റാം. 6.6 വോൾട്ടേജ് / 20 × 10⁻³ എന്നാണ് വരിക. അപ്പോൾ ഏകദേശം 6.6 / 0.02 ആംപിയർ വരും. അത് എത്ര വരാൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഏകദേശം 330 എന്നാണ് വരിക. ഈ 330 എന്ന് പറഞ്ഞാൽ രണ്ടും വോൾട്ടേജും ആംപിയറും ആണെങ്കിൽ ഇത് ഓംസ് ആയിരിക്കും. അപ്പോൾ 330 ഓംസ് എന്ത് ചെയ്യണം, ഇതിന് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിനാൽ എന്ത് കിട്ടും, ഈ LED ഗ്ലോ ചെയ്യും. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റിൽ എന്ത് ചെയ്യാം, ഇവിടെ ഫുള്ളൊരു വയറാണെങ്കിൽ എപ്പോഴും 20 മില്ലി ആംപിയർ പോകും. ഇവിടെ റെസിസ്റ്റൻസ് വരുന്നതനുസരിച്ചിട്ട് ഇതിൻ്റെ കറണ്ട് കുറയും. അപ്പോൾ LED-ൻ്റെ ഗ്ലോ ചെറുതായിട്ട് കുറയും. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ഒരു സ്വിച്ചിൻ്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. ഈ ഒരു കാൽക്കുലേഷനും വളരെ പ്രാധാന്യമുള്ള. ഇത് നേരത്തെ വരച്ചു തന്ന ഒരു വയറിങ്ങിലുള്ള ഒരു ടെസ്റ്റ് ലാമ്പ് അല്ലെങ്കിൽ സീരീസ് ലാമ്പ് അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉണ്ടാക്കി വെച്ചതാണ്. അതിൽ ഇത് രണ്ട് വയർ പ്ലഗിൽ കണക്ട് ചെയ്യാനുള്ളത്. അതിൽ നേരെ ബൾബിൽ കൊടുക്കുന്നതിന് പകരം ഒരു 2 വയർ ടെസ്റ്റ് പ്രോബായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഈ കാണുന്ന ടെസ്റ്റ് പ്രോബ്.
ഓക്കെ, ഇതാണ് അതിൻ്റെ ബൾബ് വോൾട്ടേജ്. ഇതാണ് ടെസ്റ്റ് ലാമ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇത് ഞാനിപ്പോൾ ഓണാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രോബ്. ഓൾറെഡി ഇതിൽ കറണ്ട് ഉണ്ട്, ഓണാക്കി വെച്ചിട്ടുള്ള സപ്ലൈ ഓണാക്കിയിട്ടുള്ള. ഷോർട്ട് ടൈം എന്താണ് ബൾബ് ഗ്ലോ ചെയ്ത് വിടുമ്പോൾ അത് ബൾബ് ഓഫായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതതിൻ്റെ പ്രോബായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി സ്വിച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്ന നോക്കാം. ഇതൊരു വൺ വേ സ്വിച്ചാണ്. വൺ വേ സ്വിച്ച് എന്ന് പറയാം, അല്ലെങ്കിൽ SPST, സിംഗിൾ ത്രൂ സ്വിച്ച് എന്ന് പറയാം. അപ്പോൾ ഈ സ്വിച്ചാണ് ഞാനിപ്പോൾ കണക്ട് ചെയ്യുന്നത്. സാധാരണ മറ്റേ കോമൺ ആയിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന സ്വിച്ചുകളാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്യുക നമ്മൾ ഓൾറെഡി നേരത്തെ വരച്ചത് പ്രകാരം എവിടെയാണ് ഈ പ്രോബിനെ ക്രോസ് ആയിട്ട് നമ്മൾ ചെയ്തതിനാൽ സ്വിച്ച് നമ്മൾ നേരത്തെ അങ്ങനെയാണല്ലോ ഈ പ്രോബ് എടുത്തത്. സ്വിച്ച് ഒഴിവാക്കിയിട്ട് പ്രോബ് എടുക്കാനുള്ള ഇത്. അപ്പോൾ ഈ പ്രോബ് ഈ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യണം. അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കാം. ഓൺ ചെയ്ത് നോക്കാം. കണ്ടോ സ്വിച്ച്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. പക്ഷേ ഇതിന് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം നോക്കാം. നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തുള്ള ഓഫ് ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജ്, ഓൺ ചെയ്യുന്ന സമയത്തുള്ള വോൾട്ടേജ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. അത് വോൾട്ട് മീറ്ററിൽ AC വോൾട്ട് മീറ്ററിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബാണിത്. ഈ പ്രോബ് ഞാൻ എന്ത് ചെയ്യുന്നു, സ്വിച്ചിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്തും ഓഫ് ചെയ്യുന്ന സമയത്തും എന്താണ് സ്വിച്ചിൻ്റെ ആ പൊസിഷനിൽ വരുന്ന വോൾട്ടേജ് എന്നുള്ളത്, അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വോൾട്ട് മീറ്റർ വെച്ചു. ഞാൻ അതിൻ്റെ ഈ സ്വിച്ചല്ല, മെയിൻ സ്വിച്ച് ഞാൻ സപ്ലൈ ഓൺ ആക്കുകയാണ്. സപ്ലൈ മെയിൻ ഓണാക്കുമ്പോൾ കണ്ട 229 വോൾട്ടേജ് എന്ത് ചെയ്യുന്നത് അക്രോസ് ആയിട്ട്, അതായത് ഡയറക്റ്റ് ലൈൻ വോൾട്ടേജിന് അവിടെ എത്തുകയാണ്. ഇനി ഓൺ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓൺ ചെയ്ത സമയത്ത് എന്തായി, എല്ലാ വോൾട്ടേജും ലോഡിന് അക്രോസ് ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തുള്ളൂ, സ്വിച്ചിന് അക്രോസ് ആയിട്ട് 0 വോൾട്ട് ആയിരിക്കും. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ വോൾട്ടേജ് ഇവിടെ ഒരു സ്വിച്ച്. അതുകൊണ്ടാണ് പറയുന്നത്, സ്വിച്ച് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എന്താണ് അതിൻ്റെ വോൾട്ടേജും റേറ്റിംഗ് വരുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് വോൾട്ടേജ് സ്വിച്ചിന് അക്രോസ് ആയിട്ട് വരും. അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം സ്വിച്ച്. അതുകൊണ്ടാണ് അതിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടി പറയുന്നത്. ഓക്കെ, താങ്ക് യു.